ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഉണ്ടാകുമെന്ന വാർത്തകൾക്കിടയിലാണ് പ്രസിഡന്റ് ഒബാമയുടെ പ്രതികരണം. സിറിയയിൽ രാസായുധ പ്രയോഗം നടത്തിയത് അസദ് ഭരണകൂടം തന്നെയാണെന്നും വലിയ അളവിൽ രാസായുധങ്ങൾ സിറിയയുടെ പക്കലുണ്ടെന്നും ഒബാമ പറഞ്ഞു. ഭാവിയിൽ സിറിയ ഇത് ഉപയോഗിക്കാതിരിക്കാൻ എല്ലാ രാജ്യങ്ങളുമായി ചേർന്ന് അഭിപ്രായ ഐക്യമുണ്ടാക്കിയുള്ള നടപടികളാണ് അമേരിക്ക നടത്തുന്നതെന്നായിരുന്നു ഒബാമ വ്യക്തമാക്കിയത്. But if we are saying in a clear and decisive but very limited way, we send a shot across the bow saying, stop doing this, that can have a positive impact on our national security over the long term. അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ അനുമതിയില്ലാതെ സൈനിക നീക്കം പാടില്ലെന്ന സിറിയയിലെ ഐക്യരാഷ്ട്രസഭയിലെ പ്രത്യേക ദൂതൻ മുഹമ്മദ് ഇബ്രാഹിമിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഒബാമയുടെ ഈ അഭിപ്രായമെന്നത് ശ്രദ്ധേയമാണ്. സിറിയക്കെതിരായ നടപടികൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി UN രക്ഷാസമിതിയിൽ സിറിയക്കെതിരെ ബ്രിട്ടൻ പ്രമേയം അവതരിപ്പിച്ചു. സിറിയയിൽ നടന്ന രാസായുധ ആക്രമണത്തെ ഒരേ ശബ്ദത്തിൽ എതിർത്ത അംഗങ്ങൾ പക്ഷേ സൈനിക നടപടി തുടങ്ങുന്നതിനോട് യോജിപ്പിലെത്തിയില്ല. സൈനിക ഇടപെടലിനോട് വിയോജിപ്പുള്ള റഷ്യയും ചൈനയും തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നു. പ്രമേയം തങ്ങളുടെ സർക്കാരുകൾ പരിശോധിച്ചു വരികയാണെന്നായിരുന്നു ചൈനയുടെയും റഷ്യയുടെയും പ്രതിനിധികൾ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ.